പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. തിരുസഭയിൽ തിരുരക്തത്തിൻ്റെ ആരാധകരായ ഒരുപാട് വിശുദ്ധരും സഭാപിതാക്കളുമുണ്ട്. ഇന്ന് അത്തരത്തിൽ തിരുരക്തത്തോട് തീവ്ര ആരാധന നടത്തിയവരെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. പ്രഥമ മാർപ്പാപ്പയായ വിശുദ്ധ പത്രോസ് അപ്പസ്തോലൻ യേശുക്രിസ്തുവിൻ്റെ തിരുരക്തത്തിന് നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം പ്രാധാന്യമുണ്ട് എന്ന് തൻ്റെ ലേഖനത്തിലൂടെ വ്യക്തമാക്കുന്നുണ്ട്. നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടത് നശ്വരമായ വെള്ളിയോ സ്വർണമോ കൊണ്ടല്ല, കറയോ കളങ്കമോ ഇല്ലാത്ത കുഞ്ഞാടിൻ്റേതുപോലുള്ള ക്രിസ്തുവിൻ്റെ അമൂല്യമായ രക്തം കൊണ്ടത്രേ. തൻ്റെ ലേഖനങ്ങളിൽ തിരുരക്തത്തെക്കുറിച്ച് ഏറെ മനോഹരമായി എഴുതിയിരിക്കുന്ന വിശുദ്ധനാണ് വിശുദ്ധ പൗലോസ്ലീഹ. അദ്ദേഹം പറയുന്നു, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ വസ്തുക്കളെയും അവനിലൂടെ അവിടുന്ന് തന്നോട് അനുരഞ്ജിപ്പിക്കുകയും അവൻ കുരിശിൽ ചിന്തിയ രക്തം വഴി സമാധാനം സ്ഥാപിക്കുകയും ചെയ്തു. യേശുക്രിസ്തുവിൻ്റെ ഏറ്റവും വിലയേറിയ തിരുരക്തത്തിന് ക്രൈസ്തവൻ്റെ ജീവിതത്തിൽ എത്ര പ്രാധാന്യമുണ്ടെന്ന് കത്തോലിക്ക സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പിതാക്കന്മാർ നമ്മളോട് പറഞ്ഞു വയ്ക്കുകയാണ് അവരുടെ ലേഖനങ്ങളിൽ. വിശുദ്ധനായ അഗസ്റ്റിൻ യേശുവിൻ്റെ ചോരയൊലിക്കുന്ന മുറിവുകളിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു, കർത്താവേ, എന്നെ വഹിച്ചിരിക്കുന്ന അങ്ങയുടെ കരങ്ങളിലെ മായ്ക്കാനാവാത്ത അക്ഷരങ്ങൾ പോലെയുള്ള ആ തിരുമുറിവുകളുടെ അടയാളങ്ങൾ സൗമ്യമായി എന്നോട്, ഈ അടയാളങ്ങളാൽ ഞാൻ നിന്നെ എൻ്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ വളരെയധികം ആത്മവിശ്വാസത്തോടെ ഞാൻ പ്രചോദിപ്പിക്കപ്പെടുന്നു. അതുകൊണ്ട് ഒരിക്കൽ ഞാൻ അവിടുത്തോട് പറയും, കർത്താവായ യേശുവേ, ആ കയ്യിലെ അക്ഷരങ്ങൾ വായിച്ച് നിന്റെ വിലയേറിയ തിരുരക്തത്താൽ എന്നെ രക്ഷിക്കൂ. വിശുദ്ധ അഗസ്റ്റിൻ 2 തരം ഭക്തിയിലേക്ക് ആകർഷിക്കപ്പെട്ടിരുന്നു. തിരുരക്തമൊഴുകി ക്രൂശിതനായ നമ്മുടെ ദിവ്യരക്ഷകൻ്റെയും അവിടുത്തെ മുലയൂട്ടി വളർത്തിയ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും. ഇവർക്ക് വിശുദ്ധൻ അഗാധമായ ബഹുമാനം നൽകി. വിശുദ്ധ അഗസ്റ്റിൻ പറയുന്നു, ഓരോ തവണയും ഞാൻ ക്രൂശിതനായ ദൈവത്തെ കാണുമ്പോൾ ആത്മവിശ്വാസത്താലും സ്നേഹത്താലും ഞാൻ നിറയുന്നു. എന്നാൽ ദൈവപുത്രനെ പാലൂട്ടി വളർത്തിയ അനുഗ്രഹീതമായ പയോദരങ്ങൾ കാണുമ്പോൾ അതേ അനുഭവം തന്നെ എനിക്കുണ്ടാകുന്നു എന്നത് മറച്ചുവെക്കാനാകില്ല. ഈ 2 സ്വർഗീയ സാന്നിധ്യത്തിനിടയിലാകുമ്പോൾ ദൈവപുത്രൻ്റെ തിരുരക്തവും പരിശുദ്ധ കന്യകയുടെ സ്തന്യവും എന്നെ ആകർഷിക്കുന്നതിനാൽ എന്താണ് ആദ്യം അന്വേഷിക്കേണ്ടത് എന്ന് എനിക്ക് അറിയാൻ സാധിക്കുന്നില്ല. വിശുദ്ധ ജത്രൂദിൻ്റെ തിരുരക്തത്തെക്കുറിച്ചുള്ള രചനകൾ വൈകാരികവും ഏറെ മനോഹരവുമാണ്. തിരുരക്തത്തെ ഏറെ സ്നേഹത്തോടെ ആരാധിക്കുന്ന മറ്റൊരു വിശുദ്ധയായ വിശുദ്ധ മെറ്റിൽഡയ്ക്ക് നമ്മുടെ കർത്താവ് ഒരിക്കൽ അൾത്താരയിൽ സ്വയം വെളിപ്പെടുത്തി. അത് ഇപ്രകാരമായിരുന്നു: ദൈവപുത്രനായ യേശു രക്തമൊഴുകുന്ന കൈകൾ നീട്ടിക്കൊണ്ടു പറഞ്ഞു, എൻ്റെ പിതാവിൻ്റെ ക്രോധം ശമിപ്പിക്കാൻ ഈ ചോരയൊലിക്കുന്ന മുറിവുകൾ ഞാൻ അവിടുത്തേക്ക് കാണിക്കും. രക്തം കാണുമ്പോൾ അവിടുത്തെ കോപം ശമിച്ച് ക്ഷമിക്കുന്നു. പാപികൾ മുറിവുകളിൽ നിന്ന് ചോരയൊലിക്കുന്ന എന്നെ നോക്കട്ടെ. അങ്ങനെ അവർ മാനസാന്തരത്തിലേക്കും ആത്മവിശ്വാസത്തിലേക്കും സ്നേഹത്തിലേക്കും നയിക്കപ്പെടട്ടെ. സിയന്നായിലെ വിശുദ്ധ കാതറിനും വിശുദ്ധ മേരി മഗ്ദലൻ ഡി പാസിയും തിരുരക്തത്തോട് സവിശേഷമായ ഒരു ഭക്തി അനുഷ്ഠിച്ചു വന്നിരുന്നു. 14-ാം നൂറ്റാണ്ടിൽ സഭയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രഗത്ഭയും വീരശൂര പരാക്രമിയുമായ സിയന്നായിലെ വിശുദ്ധ കാതറിൻ യഥാർത്ഥത്തിൽ ഭീരുവായിരുന്നുവെങ്കിലും യേശുവിൻ്റെ തിരുരക്തത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോഴെല്ലാം കന്യകയായ അവരുടെ നാവ് വാചാലമാവുകയും നിർഭയമായി അവൾ മുന്നോട്ടിറങ്ങുകയും ചെയ്തിരുന്നു. അവളുടെ തീക്ഷ്ണതയാൽ അവളുടെ കാലത്തെ സംഭവ വികാസങ്ങളിൽ രാജാക്കന്മാരുടെയും മാർപ്പാപ്പമാരുടെയും ഇടയിൽ അവൾ ശക്തമായ സ്വാധീനം ചെലുത്തി. ബിഷപ്പുമാർക്കും കർദിനാൾമാർക്കും മാർപ്പാപ്പമാർക്കും അവൾ അയച്ച കത്തുകൾ എപ്പോഴും തുടങ്ങുന്നത് യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ തിരുരക്തത്താൽ ഞാൻ നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നു എന്ന വാക്കുകളോടെയാണ്. വിശുദ്ധരെയും സഭാപിതാക്കന്മാരെയും പോലെ യേശുക്രിസ്തുവിൻ്റെ ഏറ്റവും വിലയേറിയ തിരുരക്തത്തിന്
നമ്മുടെ ജീവിതത്തിലുള്ള പ്രാധാന്യം എത്രയെന്നു മനസ്സിലാക്കിക്കൊണ്ട് ആ തിരുരക്തത്തെ ആരാധിക്കുവാനും പാടുപീഡകൾ സഹിച്ച യേശുവിൻ്റെ തിരുഹൃദയത്തെ ആശ്വസിപ്പിക്കുവാനും ഇനിയുള്ള ജീവിതകാലത്തിൽ നമുക്ക് ഏറെ ശ്രദ്ധയോടെ ശ്രമിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. നിത്യപിതാവേ, ഏറ്റവും വിലയേറിയ തിരുരക്തം വഴിയായി ഞങ്ങളെ രക്ഷിക്കുകയും ലോകത്തിൽ ഒരു പുതിയ പറുദീസ സമാഗതമാക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ അങ്ങയുടെ ഏകജാതനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെ ലോകത്തിലേക്ക് അയക്കാൻ സമയമായപ്പോൾ സ്നേഹത്തോടെ അവിടുന്ന് പറഞ്ഞു, ആരെയാണ് ഞാൻ അയക്കുക? ആരാണ് എൻ്റെ ജനത്തെ രക്ഷിക്കാനായി പോവുക? അങ്ങയുടെ പുത്രൻ മറുപടി നൽകി, ഇതാ ഞാൻ, പിതാവേ, എന്നെ അയച്ചാലും. ഓ ദിവ്യ സ്നേഹമേ, അങ്ങേക്ക് ആരാധനയും മഹത്വവും. ഓ സ്നേഹസ്വരൂപനായ യേശു മിശിഹായെ, അങ്ങയുടെ നാമത്തിന് സ്തുതിയും പുകഴ്ചയും. ഓ പീഡയനുഭവിക്കുന്ന യേശുനാഥ, സമാശ്വസിച്ചാലും. അങ്ങയുടെ ഔദാര്യത്തിന് അങ്ങയുടെ ജനത്തിൽ നിന്ന് പ്രതിഫലമായി ലഭിച്ചത് പാപമായിരുന്നല്ലോ. അങ്ങയുടെ തിരുനാമത്തിനെതിരായി രാവും പകലും ഞങ്ങൾ ദൂഷണം പറയുകയും പാപം ചെയ്യുകയും ചെയ്തു. അങ്ങേക്കെതിരായി ഞങ്ങൾ മല്ലടിക്കുകയും അവിടുത്തെ കൽപ്പനകളെ ധിക്കരിക്കുകയും ചെയ്തു. പിതാവേ, അങ്ങയുടെ സ്വർഗീയ വൃന്ദങ്ങളുടെ നാദത്താൽ സമാശ്വസിച്ചാലും. അവിടുത്തെ ദൂതഗണങ്ങളുടെ ശബ്ദം അവിടുത്തെ ആശ്വസിപ്പിക്കട്ടെ. ആമേൻ. ഓ ഞങ്ങളുടെ നാഥനായ യേശു മിശിഹായെ, ആശ്വസിക്കുക. ഞങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ചിന്തപ്പെട്ട അങ്ങയുടെ വിലയേറിയ തിരുരക്തം ഒരിക്കലും പാഴാകാതിരിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.